എൻ്റെ പേര് ബിനു, വീട് ഇരിഞ്ഞാലക്കുട. അപ്പൊ ഞാൻ സൈക്കിളിലാണ് വന്നത്. സൈക്ലിങ്ങിന് സമ്മാനം കിട്ടി കഴിഞ്ഞാൽ സൈക്കിൾ തന്നെ ഒന്ന് വാങ്ങിക്കണം, അതെൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. ഞാൻ ആദ്യം തന്നെ എല്ലാവരും FPP ക്ലബിനോടും ഡെക്കത്തലോണോടും ഒരു നന്ദി പറയാണ്. ഇനിയും ഇതുപോലെയുള്ള ചലഞ്ചുകൾ നടത്താൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഈ ചലഞ്ച് കഴിയുമ്പോൾ സൈക്ലിംഗ് ഒരിക്കലും നിർത്തി കളയരുത്. നമ്മുടെ ക്ലബിലത്തെ പല ആൾക്കാർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് വരുമ്പോൾ സൈക്കിൾ എടുക്കും, അത് കഴിഞ്ഞ് കട്ടപ്പുറത്ത് കയറ്റും, പിന്നെ അടുത്ത ചലഞ്ച് വരുമ്പോഴാണ് സൈക്കിൾ എടുക്കുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി ഒരു 10 കിലോമീറ്ററെങ്കിലും മിനിമം ചവിട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ബോഡി സ്ട്രക്ചറും ഭയങ്കര മാറ്റം വരും. നമ്മൾ കാലത്ത് തന്നെ ഫ്രഷ് എയർ വലിച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര എനർജറ്റിക് ആവും, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിക്കും. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൈക്ലിങ് നിർത്താതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു മാസത്തേക്ക് ഒരു 300 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 500 കിലോമീറ്റർ ചവിട്ടാന്ന് മനസ്സിൽ തീരുമാനിക്കുക. അത് എല്ലാ ദിവസവും അത് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഒരു 15 കിലോമീറ്റർ ആണെങ്കിൽ 15 കിലോമീറ്റർ നമ്മൾ ഡെയിലി ചവിട്ടാനായിട്ട് നമ്മൾ കാലത്ത് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കുക ആ 15 കിലോമീറ്റർ എങ്ങനെയെങ്കിലും തികയ്ക്കണം. മാസാവസാനം എത്തുമ്പോൾ നമ്മൾ 500 കിലോമീറ്ററാണ് വിചാരിച്ചതെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്റർ തികയ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും നോക്കുക. ആദ്യത്തെ 1-2 മാസം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷെ അത് മാസങ്ങൾ ചെല്ലുന്തോറും അത് നമുക്ക് കയറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേമാതിരി കാലത്ത് സൈക്കിൾ എടുത്ത് ഇറങ്ങുമ്പോൾ പല്ലിച്ച് മുഖം കഴുകി സൈക്കിൾ എടുത്ത് പലരും ഇറങ്ങും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മസിലുകൾ പിടിച്ച് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ സൈക്കിൾ ഓടുമ്പോൾ ഒരു മസിൽ പെയിൻ വരും. പിറ്റേ ദിവസവും ഇതേമാതിരി സൈക്കിൾ ഓടും, ആ മസിൽ പെയിൻ കൂടിക്കൊണ്ടിരിക്കും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ സൈക്കിൾ ഓട്ട് അവസാനിക്കും. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് എണീറ്റ് പലച്ചും മുഖങ്ങളിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാമപ്പ് ചെയ്യാം. ഒരു 10 മിനിറ്റ് വരെ വാമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമുക്ക് 10, 20, 30 കിലോമീറ്റർ ഒക്കെ ചവിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി പോയി വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. നമ്മുടെ മസിലുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലൂസാവും. ഈ സൈക്കിൾ ഔട്ട് പോയി വന്നു കഴിയുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ലേ, ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് പലരും. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ കാലത്ത് രാവിലെയാണ് ഏറ്റവും സൈക്ലിങ്ങിന് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ടൈം. വൈകിട്ടേക്ക് നമ്മൾ ജോലി കഴിഞ്ഞിട്ട് സൈക്കിൾ ചവിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നടക്കില്ല. പല കാര്യങ്ങൾ കൊണ്ട് അത് മാറി മറിഞ്ഞ് പോകും, നമ്മുടെ സൈക്കിളോട്ട് അവസാനിക്കും. അതിരാവിലെ എന്നിട്ട് സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും നടക്കും. അത് നമുക്ക് ആ ഒരു മോട്ടിവേഷനിൽ പോവുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ചവിട്ടാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ സൈക്കിളോട്ടൊക്കെ അവസാനിക്കും. അതേമാതിരി ലൈറ്റ് ഫുഡ് കഴിക്കുക, കാല് കയറിൽ ചവിട്ടരുത്. അതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം മസിൽസിനൊക്കെ റെസ്റ്റ് കൊടുക്കുക, ഏതെങ്കിലും ഒരു ദിവസം ലോങ് പോവുക. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് പോവുക. അതേമാതിരി ഡെയിലി സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരേ റൂട്ടിൽ സൈക്കിൾ ചവിട്ടരുത്, അങ്ങനെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മട്ടപ്പ് വരില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു 10 പുഷപ്പ് ഒരു റൂമിൽ നിന്ന് ചെയ്തോന്ന് വിചാരിക്കും. നമ്മൾ ഒരു മാസം പോലും ആ പുഷപ്പ് ചെയ്യില്ല. നമ്മളുടെ പുഷപ്പ് ചെയ്യണത് കാണാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മളുടെ പുഷപ്പ് 10 പുഷപ്പ് എന്നുള്ളത് 15ഉം 20ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഡിഫറെന്റ് ലൊക്കേഷനിലേക്ക് പോവാം.
സൈക്കിളും കൊണ്ട് 10 കിലോമീറ്റർ ആയാലും 5 കിലോമീറ്റർ ആയാലും എത്ര ആയാലും ഇങ്ങനെ മാറി മറിഞ്ഞ് നല്ല റോഡുകൾ നോക്കി പോയിക്കൊണ്ടിരിക്കുക. ഇതെല്ലാത്തിനും ഉപരി നമ്മളുടെ ബോഡിക്കാണ് ഏറ്റവും നല്ലതായിട്ട് വരും. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. കൊറോണ കഴിഞ്ഞ് പിന്നെ 5 കൊല്ലമായി. എൻ്റെ വീട്ടിൽ 3 മക്കളാണ്. ഒരാൾ സ്കൂളിൽ നിന്ന് പനി കൊണ്ടുവരും, മറ്റുള്ളവർക്ക് അത് പകർത്തി കൊടുക്കും. എനിക്ക് മാത്രം പനി കിട്ടാറില്ല. ഈ 5 കൊല്ലത്തിനുള്ളിൽ ഒരു തവണയാണ് എനിക്ക് പനി വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും സൈക്ലിങ്ങിനോടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. എൻ്റെ കൊളസ്ട്രോൾ LDL 250 വരെ വന്നപ്പോഴാണ്. ഇപ്പൊ കൊളസ്ട്രോൾ ലെവൽ മിനിഞ്ഞാന്ന് ഞാൻ ഈ ചലഞ്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിരുന്നു, 80-90 എൻ്റെ കൊളസ്ട്രോൾ ലെവൽ. ഷുഗർ എല്ലാ ചോക്ലേറ്റും എല്ലാ മിഠായും തിന്നും 92 ഉള്ളൂ. ഇതൊക്കെ സൈക്കിൾ ഓടുമ്പോൾ ഇതൊക്കെ ജയിച്ചു പോകും. അപ്പോ ഗുണം നമുക്ക് തന്നെയാണ്. ഇത് പറഞ്ഞ് ഞാൻ എന്നെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.